ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു റോഷ്നീസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലേസി ഡേയ്സ് സ്റ്റിച്ചാണ് കേട്ടോ. ഇതൊക്കെ മിക്കതും ഈ സ്റ്റിച്ച് എല്ലാവർക്കും അറിവുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 3 സ്റ്റിച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, വേറൊന്നുമല്ല. കാരണം ലേസി ഡേയ്സി നമുക്ക് ഫ്ലവറിനും ലീഫിനും മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ സ്റ്റെം സ്റ്റിച്ച് സ്റ്റെമ്മിനും അതിൻ്റെ നടുവിലായിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ ഫ്ലവറിൻ്റെ, അപ്പോൾ അവിടെ ഞാൻ സാറ്റിൻ സ്റ്റിച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. മോസ്റ്റ്ലി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്ലവർ ചെയ്യാനും ലീഫ് ചെയ്യാനും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അപ്പം ഇതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലുള്ള ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 സ്റ്റാൻഡ്സിലുള്ള ത്രെഡ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ ഇതിൻ്റെ സ്റ്റെമ്മ് ചെയ്തെടുക്കുകയാണ്. സ്റ്റെമ്മ് ചെയ്യുന്നത് സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ്. അപ്പോൾ ഇത് ഈ ലേസി ഡേയ്സി സ്റ്റിച്ച് എന്ന് പറയുന്നത് അതൊരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. പക്ഷേ ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്ത് ഒരു ചെയിൻ്റെ മോഡലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു ചെയിനായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല, അല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിന് ലീഫ് ചെയ്ത് തുടങ്ങാം. ആ സ്റ്റെമ്മൊക്കെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ക്ലോത്തിൻ്റെ താഴ്വശത്ത് നിന്ന് നമ്മൾ നീഡിൽ കുത്തി ഒരു പോയിൻറ്റിൽ കുത്തി മുകളിലേക്ക് എടുത്തു. എന്നിട്ട് ആ പോയിൻറ്റിൽ തന്നെ കുത്തിയിട്ട് കുറച്ച് ദൂരെ ആ ഒരു ലീഫിൻ്റെ ഭാഗം കണ്ടില്ലേ, അതിൻ്റെ എൻഡ് പോർഷനിലേക്ക് കൊണ്ടുവന്ന് നീഡിൽ കൊണ്ടുവരിക ചെയ്യുന്നത്. എന്നിട്ട് ഈ നീഡിലിൽ ആ ത്രെഡ് ഇങ്ങനെ ചുറ്റി എടുക്കും. പക്ഷെ നമ്മളത് ടൈറ്റ് ചെയ്ത് കൊടുക്കില്ല, കുറച്ച് ലൂസായിട്ട് ഇട്ടേക്കുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ ഒരു സൂചി കുത്തി താഴേക്ക് ഇറക്കി ഒരു നോട്ടാക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് അവിടെ നോട്ടിട്ട് കട്ട് ചെയ്തിട്ട് അടുത്തത് വേണേൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകാം. അപ്പം ഇത് ചെയ്യുമ്പം ഒറ്റ കാര്യമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ, നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലൈൻ മാത്രമേ കാണുള്ളൂ. കാരണം ഈ ത്രെഡെല്ലാം കൂടെ ഒന്നിച്ചായി പോവില്ലേ, പിന്നെ ആ ക്ലോത്ത് അവിടെ ചുരുങ്ങുകയും ചെയ്യും. അപ്പം കുറച്ചൊരു ലൂസായിട്ട് കൊടുക്കുകയാണെങ്കിൽ ക്ലോത്തും ചുരുങ്ങത്തില്ല, പ്ലസ് ഒരു ലീഫ് പോലെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ ഭംഗിയായിട്ടുള്ള ഹാൻഡ് എംബ്രോയ്ഡറി പാറ്റേണുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ലീഫാണ് ചെയ്യുന്നത്. ലീഫിന് ഞാൻ ഒരു മെറൂൺ കളറിലുള്ള ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മറ്റ് ഫ്ലവേഴ്സൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നടുവിലായിട്ട് ഞാൻ സാറ്റിൻ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിശുക്കൊന്നും കാണിക്കല്ലോ കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.